ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കും. ഷബ്ന സിയാദുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, ഗുരുതര ആരോപണങ്ങളായിരുന്നു ആ പെൺകുട്ടി ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. വർഷങ്ങളുടെ കണക്കെല്ലാമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഖില 2021 മുതൽ 2023 വരെയുള്ള കാലങ്ങളിൽ തന്നെ പീഡനത്തിനിരയാക്കി എന്നതായിരുന്നു ഈ യുവതിയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് നടന്ന കേസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡ് 376 വകുപ്പ് പ്രകാരമാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുള്ളത് വേടനെതിരെ. ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ തൃക്കാക്കര പോലീസാണ് ഇത്തരത്തിൽ കേസെടുത്തത്. ഈ കേസെടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഹർജി പരിഗണിക്കാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പരാതിക്കാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്നത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അടിയന്തരമായി ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കാനാണ് സാധ്യത കാണുന്നത്. അത്തരത്തിൽ ഹർജി പരിഗണിച്ചാൽ ഏതായാലും പോലീസിനോട് വിശദീകരണം തേടുകയായിരിക്കും കോടതി ഇന്ന് ചെയ്യുക. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം സിംഗിൾ ബെഞ്ച് പോലീസിന്റെ വിശദീകരണം തേടിയേക്കും. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് റാപ്പർ വേടൻ. മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.